ബലാത്സംഗ കേസിൽ രാഹുൽ മാങ്കൂട്ടത്തിൽ MLA മുൻകൂർ ജാമ്യാപേക്ഷ നൽകിയിരിക്കുന്നു. തിരുവനന്തപുരം ജില്ലാ കോടതിയിലാണ് ജാമ്യ ഹർജി നൽകിയിരിക്കുന്നത്. ശ്യാം ദേവരാജ് വിവരങ്ങളുമായി ചേരുകയാണ്. ശ്യാം ദേവരാജ്, ഒടുവിൽ പ്രതീക്ഷിച്ചതുപോലെ തന്നെ മുൻകൂർ ജാമ്യത്തിനായി ഹർജി നൽകിയിരിക്കുകയാണല്ലേ? തിരുവനന്തപുരം സെഷൻസ് കോടതിയിലാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ മുൻകൂർ ജാമ്യാപേക്ഷ നൽകിയത്. അല്പസമയം മുമ്പാണ് ഇത് സംബന്ധിച്ച ജാമ്യാപേക്ഷ നൽകിയത്. ഒരുപക്ഷെ നാളെ ഇത് കോടതിയുടെ പരിഗണനയിൽ വന്നേക്കും എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. തിരുവനന്തപുരം പ്രിൻസിപ്പൽ സെഷൻസ് കോടതിയിലാണ് ഇത് സംബന്ധിച്ച് ജാമ്യാപേക്ഷ നൽകിയത്. ഈ യുവതിയുമായുള്ളത് സൗഹൃദം മാത്രമാണ്, അല്ലെങ്കിൽ ഏതെങ്കിലും രീതിയിലുള്ള ഒരു കുറ്റകൃത്യം ചെയ്തിട്ടില്ല എന്നതടക്കമുള്ള കാര്യങ്ങളാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ ഈ ജാമ്യാപേക്ഷയിൽ പറയുന്നത്. നേരത്തെ ഹൈക്കോടതിയെ സമീപിക്കാനൊരു നീക്കം ഉണ്ടായിരുന്നു. പക്ഷേ ഹൈക്കോടതിയെ സമീപിച്ചാൽ നേരത്തെ തന്നെ സുപ്രീം കോടതിയുടെ വിധിയുള്ളത് മുൻകൂർ ജാമ്യാപേക്ഷകൾ ആദ്യം പരിഗണിക്കേണ്ടത് സെഷൻസ് കോടതിയാണ് എന്നാണ്. അതുകൊണ്ട് ഈ ഘട്ടത്തിൽ ഹൈക്കോടതിയെ സമീപിക്കേണ്ടതില്ല എന്നൊരു നിലപാട് നിയമോപദേശം രാഹുൽ മാങ്കൂട്ടത്തിന് ലഭിക്കുകയായിരുന്നു. തുടർന്നാണ് മുൻകൂർ ജാമ്യാപേക്ഷയുമായി രാഹുൽ മാങ്കൂട്ടത്തിൽ തിരുവനന്തപുരം പ്രിൻസിപ്പൽ സെഷൻസ് കോടതിയെ സമീപിച്ചത്. ഈ മുൻകൂർ ജാമ്യാപേക്ഷ നാളെയായിരിക്കും പരിഗണിക്കുക. ആരോപണങ്ങൾ അടിസ്ഥാനരഹിതമാണ് എന്നതാണ്, ഈ വസ്തുതാപരമല്ല, അടിസ്ഥാനരഹിതമാണ്, നിയമപരമായി നിലനിൽക്കുന്നതല്ല ഈ വാദങ്ങൾ എന്നതാണ് ഈ രാഹുൽ മാങ്കൂട്ടത്തിലിന്റെ മുൻകൂർ ജാമ്യാപേക്ഷയിൽ പറയുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. മാത്രമല്ല ഇതെല്ലാം ഇത്തരം ആക്ഷേപങ്ങളെല്ലാം മാധ്യമങ്ങൾ സൃഷ്ടിച്ചതാണ് എന്നടക്കമുള്ള ആക്ഷേപങ്ങൾ ഇതിൽ ഉന്നയിക്കുകയും ചെയ്യുന്നുണ്ട്. രാഷ്ട്രീയ പ്രേരിതമായ ആരോപണമാണ് ഈ പുറത്തു വരുന്നത് എന്നും ഈ സാഹചര്യത്തിൽ ഇതെല്ലാം നിയമപരമായി നിലനിൽക്കാത്ത വാദങ്ങളാണ് എന്ന കാര്യവും കൂടി ഉന്നയിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ മുൻകൂർ ജാമ്യം നൽകണം എന്ന വാദമാണ് ഈ കോടതിയിൽ ഉന്നയിക്കുന്നത്. തിരുവനന്തപുരം പ്രിൻസിപ്പൽ സെഷൻസ് കോടതിയിലാണ് മുൻകൂർ ജാമ്യം തേടി ഈ മുൻകൂർ ജാമ്യാപേക്ഷ രാഹുൽ മാങ്കൂട്ടത്തിൽ നൽകിയത്. പ്രിൻസിപ്പൽ സെഷൻസ് കോടതി, തിരുവനന്തപുരം പ്രിൻസിപ്പൽ സെഷൻസ് കോടതിയിലാണ് ഇത് സംബന്ധിച്ച ജാമ്യാപേക്ഷ നൽകിയത്. അല്പസമയം മുമ്പാണ് ജാമ്യം തേടിയത്. രാഹുലിനെതിരെ 0 FIR അനുസരിച്ച് നിരവധിയായ കുറ്റങ്ങൾ, ഏതാണ്ട് 8 കുറ്റങ്ങളാണ് പോലീസ് തുടക്കത്തിൽ തന്നെ ചുമത്തിയത്. ഇതിൽ 3 ബലാത്സംഗ കുറ്റങ്ങളാണ്. BNSന്റെ 64(2) അനുസരിച്ച് അധികാരത്തിൽ നിന്നുള്ള ബലാത്സംഗം, MLA എന്ന നിലയിൽ, ഒപ്പം അതിന്റെ H വകുപ്പ് അനുസരിച്ച് 64(2) വകുപ്പ് അനുസരിച്ച് ഗർഭിണിയാകുമെന്ന അറിവോടെ ബലാത്സംഗം, BNSന്റെ 64(2) വകുപ്പ് അനുസരിച്ച് ആവർത്തിച്ചുള്ള ബലാത്സംഗം, ഇത് 3മാണ് ഏറ്റവും വലിയ കുറ്റങ്ങൾ എന്ന നിലയിൽ രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ ചുമത്തിയിരിക്കുന്നത്. മാത്രമല്ല ഇത് 3ഉം ജാമ്യമില്ലാ കുറ്റമാണ്. ജീവപര്യന്തം വരെ തടവ് ശിക്ഷ ലഭിക്കാവുന്ന കുറ്റവും കൂടിയാണ് രാഹുലിനെതിരെ ചുമത്തുകയും ചെയ്തിട്ടുള്ളത്. BNSന്റെ 89 വകുപ്പ് അനുസരിച്ച് നിർബന്ധിത ഗർഭഛിദ്രം ജാമ്യമില്ലാ കുറ്റമാണ്. ഇത്തരം കുറ്റങ്ങൾ ചുമത്തിയ സാഹചര്യത്തിലാണ് മുൻകൂർ ജാമ്യം തേടി രാഹുൽ കോടതിയെ സമീപിച്ചത്, സെഷൻസ് കോടതിയെ സമീപിച്ചത്. ഇതിൽ പറയുന്നത് തനിക്ക് മുൻകൂർ ജാമ്യം നൽകണം എന്ന കാര്യമാണ്. മാത്രമല്ല അറസ്റ്റ് തടയണം എന്ന ഒരു ആവശ്യവും കൂടി, അതായത് മുൻകൂർ ജാമ്യാപേക്ഷയിൽ തീരുമാനമെടുക്കുന്ന സമയത്ത് അറസ്റ്റ് തടയണം എന്ന ഒരു ആവശ്യവും കൂടി ഉന്നയിക്കുകയും ചെയ്യുന്നുണ്ട്. ഇല്ലെങ്കിൽ തനിക്ക് ജാമ്യം നൽകിയില്ലെങ്കിൽ ഒരു പൊതുപ്രവർത്തകനാണ് താൻ, പൊതുപ്രവർത്തകനെതിരെ ഉയർന്നു വന്ന വസ്തുതാപരമല്ലാത്ത കാരണങ്ങളാണ് ഉന്നയിക്കുന്നത്, അല്ലെങ്കിൽ ആക്ഷേപമായി ഉന്നയിക്കുന്നത്. ഈ ഘട്ടത്തിൽ സജീഷ് കൂടിയുണ്ട് കൂടുതൽ വിവരങ്ങൾ നൽകാനായി. സജീഷ്, ഇന്നലെ ഈ വാർത്ത വന്നത് മുതൽ തന്നെ ഈ പെൺകുട്ടി അതിജീവിത പരാതിയുമായി രംഗത്തെത്തിയ ആ സമയത്ത് മുങ്ങിയതാണ്, ഫോൺ സ്വിച്ച് ഓഫ് ചെയ്ത്. ഇന്ന് രാവിലെ ഒന്ന് ഓണായി, പിന്നീട് വീണ്ടും ഓഫായിരിക്കുകയാണ്. ലുക്കൌട്ട് നോട്ടീസ് അടക്കം ഇപ്പോൾ രാഹുലിന് വേണ്ടി പുറപ്പെടുവിച്ചിട്ടുണ്ട്. അതിനിടയിലാണ് മുൻകൂർ ജാമ്യാപേക്ഷ നൽകിയിട്ടുള്ളത്. അതിന്റെ സാധ്യതകളെ കുറിച്ചായിരുന്നു ഇപ്പോൾ ശ്യാം ദേവരാജ് പറഞ്ഞത്. പക്ഷേ ഏതായാലും ജാമ്യം ലഭിക്കാത്ത വകുപ്പുകളടക്കം രാഹുലിനെതിരെ ചുമത്തിയിട്ടുണ്ട്. അപ്പോൾ രാഹുലിന്റെ ലക്ഷ്യം എന്താണ്? അറസ്റ്റ് ഒഴിവാക്കുക എന്നുള്ള ഒരു ലക്ഷ്യം തന്നെയാണല്ലോ. കാരണം അറസ്റ്റ് തടയണം എന്നുള്ളൊരു ആവശ്യം കൂടി ഇതിൽ പറഞ്ഞിട്ടുണ്ടല്ലോ. തീർച്ചയായിട്ടും വിനേഷ്, ഇതിലേറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം, ഇപ്പോൾ ഉയർന്നിരിക്കുന്ന ആരോപണം, ഇപ്പോൾ തനിക്കെതിരെ എടുത്തിരിക്കുന്ന കേസെല്ലാം തന്നെ രാഷ്ട്രീയ പ്രേരിതമാണ് എന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് ഈ മുൻകൂർ ജാമ്യ ഹർജിയിൽ രാഹുൽ മാങ്കൂട്ടത്തിൽ സൂചിപ്പിച്ചിരിക്കുന്നത്. അതായത് ഇതൊരു കെട്ടിച്ചമച്ച കേസാണ്, രാഷ്ട്രീയ പ്രേരിതമായ കേസാണ്. തനിക്കെതിരെ ആരോപിച്ചിട്ടുള്ള ഗർഭചിത്രം നടത്തി എന്ന ആരോപണവും തെറ്റാണ്. അത്തരത്തിൽ ഒന്നും നടത്തിയിട്ടില്ല. മാത്രമല്ല ഈ പരാതിക്കാരി തൻ്റെ അടുത്ത സുഹൃത്ത് മാത്രമാണ്. ഈ പരാതിയിൽ പറയുന്ന പ്രകാരമുള്ള ഒരു കാര്യവും നടന്നിട്ടില്ല. ഇപ്പോൾ തെരഞ്ഞെടുപ്പിന് ആയതിനാൽ തന്നെ ഇതൊരു കെട്ടിച്ചമച്ച കേസാണ്, രാഷ്ട്രീയ പ്രേരിതമായ കേസാണ് എന്ന ഒരു വാദമാണ് ഇപ്പോൾ രാഹുൽ മാങ്കൂട്ടത്തിൽ മുൻകൂർ ഹർജിയിൽ ചൂണ്ടിക്കാണിച്ചിരിക്കുന്നത്. അതുകൊണ്ട് അറസ്റ്റ് തടയണമെന്ന ആവശ്യവും രാഹുൽ മുന്നോട്ട് വെക്കുന്നുണ്ട്. ഏതായാലും
തിരുവനന്തപുരം പ്രിൻസിപ്പൽ സെഷൻസ് കോടതിയിലാണ് മുൻകൂർ ജാമ്യ ഹർജി നൽകിയിരിക്കുന്നത്. ഈ മുൻകൂർ ജാമ്യാപേക്ഷയിൽ തീരുമാനം ഉണ്ടായ ശേഷം മാത്രമായിരിക്കും രാഹുൽ ഈ ഒളിവിലുള്ള രാഹുൽ തുടർ നടപടികൾ സ്വീകരിക്കുക. അദ്ദേഹം ഇപ്പോൾ എവിടെയാണെന്ന കാര്യത്തിൽ പോലീസിനും ഇടയിലും ആശയക്കുഴപ്പമുണ്ട്. കഴിഞ്ഞ ഏതാണ്ട് 24 മണിക്കൂറോളമായി രാഹുലിനെ ഫോണിൽ ബന്ധപ്പെടുന്ന പലർക്കും അദ്ദേഹത്തെ ലഭിച്ചിട്ടില്ല. ഫോൺ പലപ്പോഴും സ്വിച്ച് ഓഫ് ആണ്. സ്വിച്ച് ഓൺ ആയ സമയത്ത് പോലും അദ്ദേഹം പ്രതികരിക്കുന്നുമില്ല. അദ്ദേഹം സംസ്ഥാനം വിട്ടോ എന്നതുൾപ്പെടെയുള്ള വിലയിരുത്തലുകൾ അന്വേഷണ സംഘത്തിന് ഉള്ളിലുണ്ട്. ഏതായാലും അന്വേഷണം ഇപ്പോഴും തുടരുകയാണ്. അന്വേഷണം തുടരണമെങ്കിൽ ഇതുമായി ബന്ധപ്പെട്ട് കൂടുതൽ തെളിവെടുപ്പിനൊക്കെ ഉൾപ്പെടെ രാഹുലിനെ അറസ്റ്റ് ചെയ്യണം, അല്ലെങ്കിൽ അദ്ദേഹത്തെ ചോദ്യം ചെയ്യണം. ഇതുമായി ബന്ധപ്പെട്ട നടപടിക്രമങ്ങൾ മുന്നോട്ട് പോകുന്നതിലാണ് ഇപ്പോൾ ഈ രാഹുലിന്റെ ഒളിവ് ജീവിതം തടസ്സമാകുന്നത്. ഈ ഒളിവിലിരിക്കെ തന്നെയാണ് ഇപ്പോൾ മുൻകൂർ ജാമ്യ ഹർജി രാഹുൽ മാങ്കൂട്ടത്തിൽ ഇപ്പോൾ കോടതിയിൽ സമർപ്പിച്ചിരിക്കുന്നത്. സജീഷ്, ഏതായാലും മുൻകൂർ ജാമ്യ ഹർജി സമർപ്പിക്കുന്നു, അറസ്റ്റ് തടയണമെന്ന് ആവശ്യപ്പെടുന്നു. ഈ ഒരു ഘട്ടത്തിൽ ഇനിയിപ്പോൾ ഈ പോലീസിന്റെ അന്വേഷണ സംഘത്തിന്റെ നീക്കം ഏത് രീതിയിലായിരിക്കും? ഈ കേസ് ഇനിയിപ്പോൾ കോടതി പരിഗണിക്കുന്നതിന് മുൻപ് തന്നെ രാഹുൽ മാങ്കൂട്ടത്തിലിനെ കണ്ടെത്തി അറസ്റ്റ് ചെയ്യുക എന്നുള്ളൊരു നീക്കത്തിലേക്ക് അന്വേഷണ സംഘം പോകാനുള്ള സാധ്യതയുണ്ടോ? വിനേഷ്, തീർച്ചയായിട്ടും അന്വേഷണ സംഘത്തെ സംബന്ധിച്ചിടത്തോളം വളരെ ദ്രുതഗതിയിലുള്ള നീക്കമാണ് കഴിഞ്ഞ ദിവസങ്ങളിൽ ഉണ്ടായത്. ഈ യുവതി മുഖ്യമന്ത്രിയുടെ ഓഫീസിലെത്തി, സെക്രട്ടേറിയറ്റ് ഓഫീസിലെത്തി നേരിട്ട് പരാതി കൈമാറുന്നു. അതിന് തൊട്ടു പിന്നാലെ തന്നെ ഇത് സംബന്ധിച്ച് യുവതിയിൽ നിന്ന് മൊഴിയെടുക്കുന്നു. മാത്രമല്ല FIR രജിസ്റ്റർ ചെയ്യുന്നു. മൊഴി പ്രകാരമാണെങ്കിൽ ഞെട്ടിക്കുന്ന ക്രൂരത രാഹുൽ ഈ യുവതിക്ക് നേരെ നടത്തി. അതോടൊപ്പം തന്നെ തനിക്ക് സംഭവിച്ച എല്ലാ ദുരനുഭവങ്ങളും വിവരിച്ചുകൊണ്ടുള്ള ഒരു മൊഴിയാണ് അന്വേഷണ ഉദ്യോഗസ്ഥർക്ക് യുവതി നൽകിയത്. അതിന് പിന്നാലെ FIR-ഉം ഗുരുതരമായ കുറ്റങ്ങൾ ചുമത്തി FIR-ഉം രേഖപ്പെടുത്തുകയും ചെയ്തു. അതായത് വളരെ പെട്ടെന്നുള്ള നടപടികൾ പോലീസിന്റെ ഭാഗത്ത്, അല്ലെങ്കിൽ ഇത്തരമൊരു കേസ് മുന്നിൽ വന്നു കഴിഞ്ഞാൽ സ്വീകരിക്കേണ്ട എല്ലാ നടപടികളും സമയാസമയം തന്നെ അന്വേഷണ സംഘം ചെയ്തു. അന്വേഷണ സംഘത്തിന്റെ ഭാഗത്ത് നിന്ന് അത്തരത്തിലുള്ള നടപടികൾ തന്നെയാണ് ഉള്ളത്. ഏതായാലും നാളെ ആയിരിക്കും മുൻകൂർ ജാമ്യാപേക്ഷ കോടതി പരിഗണിക്കാൻ പോകുന്നത്. ഒരിക്കൽ കൂടി ശ്യാം ദേവരാജിലേക്ക് പോവുകയാണ്. ശ്യാം, ഈ മുൻകൂർ ജാമ്യാപേക്ഷയിൽ പറയുന്ന പ്രധാനപ്പെട്ട കാര്യങ്ങൾ എന്തൊക്കെയാണ്? ഇതിൽ ഉന്നയിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഇത് ഒരു താൻ ആരെയും നിർബന്ധിച്ച് ഒരു ലൈംഗിക ബന്ധത്തിന് വിധേയയാക്കിയിട്ടില്ല. അത്തരമൊരു ആക്ഷേപം വ്യാജമാണ്. മാത്രമല്ല ബലാത്സംഗ കുറ്റം ചെയ്തിട്ടില്ല. അതിന് കാരണമാകുന്ന, അല്ലെങ്കിൽ ഈ യുവതി, പരാതിക്കാരിയായ യുവതി ഗർഭം ധരിക്കാൻ കാരണമായ ഒരു കാര്യവും താൻ ചെയ്തിട്ടില്ല. അത്തരം വ്യാജ ആക്ഷേപങ്ങളാണ് ഉന്നയിക്കുന്നത് എന്ന ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ഇതിൽ ഉന്നയിക്കുന്നുണ്ട്. മാത്രമല്ല ഈ പ്രോസിക്യൂഷൻ ഈ പരാതിക്കാരിയുടെ മൊഴി രേഖപ്പെടുത്തുകയും മൊഴി രേഖപ്പെടുത്തുന്നത് ഈ പരാതിക്കാരിയുടെ അനുവാദത്തോടു കൂടിയല്ല എന്ന കാര്യവും കൂടി നിർബന്ധിച്ചാണ് പ്രോസിക്യൂഷൻ മൊഴിയെടുത്തതെന്ന കാര്യം പറയുന്നുണ്ട്. മാത്രമല്ല താനൊരു MLA ആണ്, യുവ നേതാവാണ്. തനിക്കെതിരെ കുറച്ച് മാസങ്ങളായി ഇത്തരം ആക്ഷേപങ്ങൾ പൊതുവിൽ പരക്കുന്നുണ്ട്. പക്ഷേ ഒരു പരാതി പോലും ഇതുവരെയും എവിടെയും നൽകപ്പെട്ടിരുന്നില്ല. ഈ കഴിഞ്ഞ ദിവസമാണ്, ഇന്നലെയാണ് ചീഫ് മിനിസ്റ്റർക്ക് ഈ ഒരു യുവതി പരാതി നൽകിയത്. മാത്രമല്ല ഈ പരാതി അസ്വാഭാവികമായി എത്രയും വേഗം മുഖ്യമന്ത്രിയുടെ ഓഫീസ് ക്രൈംബ്രാഞ്ചിന് ഫോർവേഡ് ചെയ്യുകയായിരുന്നു. ക്രൈംബ്രാഞ്ച് ഉടൻ തന്നെ ഇതിൽ കേസെടുക്കുകയും ചെയ്തു എന്നടക്കമുള്ള ആക്ഷേപങ്ങൾ ഇതിൽ ഉന്നയിക്കുന്നുണ്ട്. മാത്രമല്ല ഇതിൽ തന്നെ അറസ്റ്റ് ചെയ്യാനുള്ള സാധ്യതയുണ്ട്, ജുഡീഷ്യൽ കസ്റ്റഡിയിലേക്ക് പോകാനുള്ള സാധ്യതയുണ്ട്. ഈ സാഹചര്യത്തിൽ തൻ്റെ അറസ്റ്റ് തടയണം, ഒപ്പം മുൻകൂർ ജാമ്യം നൽകണമെന്ന ആവശ്യം കൂടി ഉന്നയിക്കുകയും ചെയ്യുന്നുണ്ട്. മാത്രമല്ല ഈ അതിജീവിതയുടെ വിവരങ്ങൾ വെളിപ്പെടുത്തുന്ന കാര്യങ്ങൾ കൂടി ഈ മുൻകൂർ ജാമ്യാപേക്ഷയിൽ രാഹുൽ പറഞ്ഞിട്ടുണ്ട് എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. രാഷ്ട്രീയ പ്രേരിതമാണ് രാഹുൽ കോടതിയിൽ പറയുന്നത്. കേസ് വന്നത് CPIM BJP കൂട്ടുകെട്ടിന്റെ ഭാഗമാണ്, ഉഭയസമ്മതപ്രകാരമുള്ള ബന്ധമാണ് എന്നാണ് പറയുന്നത്. ഗർഭിണി ആണ് ഈ പെൺകുട്ടി എന്നുള്ളൊരു ആരോപണമുണ്ട്. അത് ശരിയല്ല എന്നും ഈ മുൻകൂർ ജാമ്യാപേക്ഷയിൽ പറയുന്നുണ്ട്. ആരോപണങ്ങളൊക്കെ നിഷേധിക്കുകയാണ് ഇപ്പോൾ രാഹുൽ. ഏതായാലും മുൻകൂർ ജാമ്യാപേക്ഷ കോടതിയിൽ സമർപ്പിച്ചിട്ടുണ്ട്. നാളെ അത് കോടതി പരിഗണിക്കുകയും ചെയ്യും. ശ്യാം ദേവരാജും അതുപോലെ തന്നെ K. സജീഷുമാണ് വിവരങ്ങൾ നൽകിയത്.